ഈ പ്രതിഷേധം അങ്ങനെ തുടരുന്നു. കൂടുതലിടങ്ങളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു കോൺഗ്രസ് എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്നു എന്ന വിവരമാണ് ഷെഫീദ് റാവുത്തർ നൽകുന്നത്. ഷെഫീദ്, അങ്ങനെ കോതമംഗലത്തെ പ്രതിഷേധത്തിന്റെ അലയലുകൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തും ഉയരുന്നു. അത് ഈ രാത്രി വൈകിയ വേളയിലും അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണോ കോൺഗ്രസ്? ഗൂഗിൾ നമുക്കറിയാവുന്ന പോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് സംയുക്ത മാർച്ച് അത് ഈ പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. ആ സംഭവത്തിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തും ആ പ്രതിഷേധം നടത്തും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിൽ അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ അറസ്റ്റ് ചെയ്തവരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധം അത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലും ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്. ആ സമരപ്പന്തലിൽ ഒത്തുകൂടിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അറസ്റ്റിനെ അത് രാഷ്ട്രീയമായി CPM നടത്തുന്ന വലിയ തരത്തിലുള്ള മോശം പ്രവർത്തനമായി കാണുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് കോതമംഗലത്തെ സംഘർഷം അതിന്റെ മെറിറ്റ് ചൂണ്ടിക്കാണിക്കാതെ സർക്കാർ ഈ സാധാരണക്കാർക്ക് മേലെ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നടത്തുന്ന അതൊരു മെക്കിട്ട് കയറലായി കൂടിയാണ് അവർ ചിത്രീകരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുൻപിലും നടക്കുന്നത്. ഗൂഗിൾ ഷെഫീദ്, ഈ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാരും അധ്യക്ഷയും. അപ്പോൾ അവരോടൊപ്പം തന്നെ ഉള്ള തലസ്ഥാനത്തുള്ള നേതാക്കളൊക്കെയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? ഗൂഗിൾ ഉറപ്പായിട്ടും. കാരണം ആ പ്രതിഷേധ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതേപോലെ തന്നെ ജബി മേത്തർ, കൂടാതെ അലൂഷി, KSUവിന്റെ അലൂഷി അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്കീമുകളും ലംഘിച്ചു. മാത്രവുമല്ല, അതിർത്തി ലംഘിച്ചുകൊണ്ട്, അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ മെക്കിട്ട് കയറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കുത്തിയിരുന്ന പ്രതിഷേധ സമരം നടത്തുന്നത്. ആ പ്രതിഷേധ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, KSUവിന്റെ നേതാക്കളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അവർ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ശക്തമായ സമരവുമായി മുന്നോട്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ആ അറസ്റ്റുകൾ, അതായത് കോതമംഗലത്ത് നടന്ന അറസ്റ്റുകൾ അത് ഒട്ടും സ്വാഭാവികമല്ല. മാത്രമല്ല, അതിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ പ്രതിഷേധം അത് വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഗൂഗിൾ ഷെഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSUവും അവിടെ ഈ കോതമംഗലത്തെ പോലീസ് നടപടിക്കെതിരെ കൂടി പ്രതിഷേധം നടത്തുകയാണ്. പൂക്കോട് ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ നേരത്തെ തന്നെ നിരാഹാര സത്യാഗ്രഹത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ്, KSU സംസ്ഥാന അധ്യക്ഷന്മാരും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറും. അതിനിടയിലാണ് ഇപ്പോൾ കോതമംഗലത്ത് ഇന്നത്തെ നടന്ന പ്രതിഷേധം. ആ പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്തതും ആ കേസിൽ ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ മാത്യു കുഴൽനാടൻ MLA ഒപ്പം എറണാകുളം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ മുഹമ്മദ് ഷിയാസിനെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഏത് സ്റ്റേഷനിലാണുള്ളത് എന്നത് വ്യക്തമാക്കുന്നില്ല. രഹസ്യ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് എറണാകുളത്ത് നിന്ന്. വിഷ്ണു, എന്താണ് പുതിയ വിവരങ്ങൾ? നിലവിൽ അവിടുത്തെ ഒരു സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ടോ? കൂടുതൽ പോലീസിനെ അവിടേക്ക് വിന്യസിക്കുന്നു മനസ്സിലാക്കുന്നു. ഈ പ്രതിഷേധങ്ങൾ മറ്റിടങ്ങളിലും ഉയരുമ്പോൾ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയില്ലേ? ഗോകുൽ, നിലവിലവിടെ പ്രവർത്തകരുണ്ട്, പോലീസുകാരുണ്ട്. പക്ഷേ സംഘർഷത്തിനൊരു അയവ് വന്നിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അങ്ങനെ അങ്ങോട്ടേക്ക് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്യു കുഴൽനാടനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. മാത്യു കുഴൽനാടനെ വൈദ്യപരിശോധനയ്ക്കായി നിലവിൽ എത്തിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപ് ഹാജരാക്കുന്നതിന് മുൻപുള്ള ഒരു നടപടിയായി ഇതിനെ കണക്കാക്കാം. മുഹമ്മദ് ഷിയാസിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. അദ്ദേഹം മാത്യു നിലവിൽ കോതമംഗലം സ്റ്റേഷനിലേക്കാണ് മാത്യുവിനെ കൊണ്ടുപോയിരിക്കുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ പറയാം. മാത്യുവിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം എത്തി. ഇനി ഇവിടെ കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് പോലീസ്.
അങ്ങനെ ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ അങ്ങോട്ടേക്ക് വിന്യസിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ ഏകദേശം 300-ലധികം വരുന്ന പോലീസുകാരുണ്ടായിരുന്നു. ഈ അറസ്റ്റിന്റെ ഭാഗമായി കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു. ഇനി ഈ സംഘർഷം കൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോട്ടയം, അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലകളിൽ നിന്നുകൂടി പോലീസുകാരെ കോതമംഗലം, അതോടൊപ്പം ഊന്നുകൽ മേഖലകളിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് നാളെയാണ് ഈ ഇന്ദിരയുടെ സംസ്കാരം നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്തും ഒരുപക്ഷെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്ര കാര്യമായില്ല എങ്കിൽ തുടരുക. ഇപ്പോൾ ഇടുക്കി DCC പ്രസിഡന്റായ CP മാത്യു കൂടി ചേരുന്നുണ്ട്. CP മാത്യു, ഇന്ന് വൈകുന്നേരം ഉണ്ടായ പോലീസ് നടപടിയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഞങ്ങളിവിടെ സത്യഗ്രഹ പന്തലിൽ വൈകുന്നേരം സമരം ആരംഭിച്ചു. ഡോക്ടർ മാത്യു കുടുംബാടനും എൽദോസ് കുന്നപ്പള്ളി 2 MLA-മാര് ഉപവാസമിരിക്കുന്ന സമരം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഈ നേര്യമംഗലം കഞ്ഞിവേലിയിലുള്ള മരിച്ച ഇന്ദിരയുടെ വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കാണ് ഓൺ ദ വേയിലാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്. പോലീസ് അതിക്രൂരമായി, വളരെ നീചമായി സത്യഗ്രഹ പന്തലിൽ കയറി അടിച്ചു ഓടിക്കുക ആളുകളെ ഓടിച്ചു ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് DC പ്രസിഡന്റ് കാപ്പി അടിക്കാൻ കയറി കടയിൽ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ നരനായാട്ടാണ് കോതമംഗലത്ത് നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള യാതൊരു വിഷയവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ദിര എന്ന് പറയുന്ന ആള് കാട്ടാളി ചവിട്ടിക്കൊന്നെങ്കിൽ ഇവിടെ പോലീസിന്റെ കാട്ടാള തരമാണ് പിണറായിയുടെ പോലീസ് ഇപ്പോൾ കോതമംഗലത്ത് അനുവർത്തിച്ചത്. അത് വെച്ചുറപ്പിക്കാൻ സാധ്യമല്ല. ഈ ഉച്ചയ്ക്ക് നമ്മൾ പ്രതിഷേധം കണ്ടതാണ്, അവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വൈകുന്നേരത്തെ പോലീസ് നടപടിയിൽ അങ്ങനെ അവിടെ പോലീസ് വാഹനം തല്ലി തകർത്തു, ആ തരത്തിലേക്കൊക്കെ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? പോലീസ് വാഹനം ഞങ്ങളെ തല്ലി തകർത്തല്ല, പോലീസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്വയം കുക്കപ്പ് ചെയ്ത വിഷയമാണ്. അവരെ സെൽഫ് ഡിഫൻസിന് വേണ്ടി പോലീസ് തന്നെ വരുത്തിയതാണ്. പോലീസിന്റെ വാഹനത്തിന് ജില്ല തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരപ്പന്തലിലുള്ള ആളുകളുമായി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുമായിട്ടും ബന്ധമില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ, MP, ഡീൻ കുര്യാക്കോസ് MP എല്ലാ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ സത്യഗ്രഹ പന്തലിലുണ്ട്. ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരുടെ നേരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ടോ രാത്രിയിലെ ഈ കസ്റ്റഡി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്? ഉണ്ട്, ഞാൻ പറഞ്ഞാണല്ലോ. പോലീസ് ഈ സത്യഗ്രഹ പന്തലിൽ കയറി ലാത്തി അടിക്കുക ചെയ്തത്. അതിലാർക്കെങ്കിലും പരിക്കേൽക്കുകയോ അവരെ പരിക്കേറ്റിട്ടുണ്ട്, പലരും ആശുപത്രിയിലാണ്. ശരി, നിങ്ങൾ സത്യാഗ്രഹ സമരം കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണല്ലേ? തുടരുകയാണ്. ആളുകൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരെ ഇങ്ങോട്ട് പന്തലിലേക്ക് തിരിച്ചിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഇടുക്കി DCC പ്രസിഡന്റായ CP മാത്യു ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. സമരം കൂടുതൽ ശക്തമാകുന്നു കോതമംഗലത്ത്. പോലീസ് നടപടിയോടുകൂടി ആ സമരം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ സമരപ്പന്തലിൽ തുടരുകയാണ്. സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് ചെന്നിത്തല ഇന്ന് കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ ഇന്ദിരയുടെ വീട് സന്ദർശിക്കുക ചെയ്യാൻ മാത്രം പദ്ധതിയിട്ട് വന്നതാണ്. അവിടെ എത്തിയ ശേഷം സമരപ്പന്തലിൽ എത്തുമ്പോഴേക്കും അവിടെ അറസ്റ്റ് നടപടി നടക്കുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ കുത്തിയിരുന്നു. ഇപ്പോൾ ആ സമരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മുതിർന്ന നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ. ഒപ്പം തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നു. അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് തിരുവനന്തപുരത്ത്.